പ്രിയമുള്ളവരെ, ക്രൈസ്തവ സഭാ കോടതികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ സഭകൾക്കുമുണ്ട് അവരുടേതായ കോടതികൾ. എക്ലിഷ്യാസ്റ്റിക്കൽ സെൻഷേഴ്സ് എന്ന് പറയും അവരുടെ വിധിക്ക്, അതായത് വൈദിക കോടതി വിധി അഥവാ എക്ലിഷ്യാസ്റ്റിക്കൽ സെൻഷേഴ്സ്. അപ്പോൾ കോടതി തെറ്റ് കണ്ടാൽ അത് ചോദ്യം ചെയ്യുകയും വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കോടതി എല്ലാ സഭകളിലുമുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം സഭാജനങ്ങൾ അറിയുന്നു എന്ന് എനിക്കറിയില്ല. കാരണം വഴിയെ പറയാം. എന്തായാലും ക്രൈസ്തവ സഭകൾക്ക് നീതി നടപ്പിലാക്കുന്നതിന് അവരുടേതായ പീനൽ കോഡും വൈദിക കോടതികളുമുണ്ട്. ആ കോടതികൾക്കാണ് എക്ലിഷ്യാസ്റ്റിക്കൽ എൻഷേഴ്സ് എന്ന് പറയുന്നത്. സഭാ നിയമത്തിനെതിരെ കുറ്റം ചെയ്തവർക്ക് അവരുടെ ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയും കൊടുക്കുന്ന ശിക്ഷയ്ക്കാണ് ഇങ്ങനെ എക്ലിഷ്യാസ്റ്റിക്കൽ സെൻഷേഴ്സ് എന്ന് പറയുന്നത്. ഈ ശിക്ഷ എന്തൊക്കെയാണ്? ഈ ശിക്ഷകൾ വിശുദ്ധ ക്രമങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുക. ഒരാളൊരു തെറ്റ് ചെയ്താൽ, അതായത് സഭയ്ക്ക് വിരോധമായി, സഭാ നടപടികൾക്ക് വിരോധമായി, സഭാ കോൺസ്റ്റിറ്റ്യൂഷന് വിരോധമായി ചെയ്യുന്ന തെറ്റുകളിൽ ആ തെറ്റുകൾക്കും ശിക്ഷ വിധിക്കാറുണ്ട്. ആ ശിക്ഷകളൊക്കെ വിധിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇങ്ങനെ തെറ്റുകൾ ചെയ്ത അല്ലെങ്കിൽ കുറ്റം ചെയ്ത ഈ വ്യക്തിയെ എന്ത് ചെയ്യണം? വിചാരണ ചെയ്യണം. ഈ പറയുന്നതായ വൈദിക കോടതി വിചാരണ ചെയ്യും. അങ്ങനെ വിചാരണ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ പേരിൽ കുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അയാൾ തെറ്റ് ചെയ്തവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ ശിക്ഷ നടപ്പിലാക്കും. അപ്പോൾ ആ ശിക്ഷയ്ക്ക് പലതരത്തിലായ ശിക്ഷകളുണ്ട്. ആ കുറ്റത്തിന് അല്ലെങ്കിൽ തെറ്റ് എത്ര വലിയ തെറ്റുകളാണോ ആ തെറ്റിനനുസരിച്ച് അതിൻ്റേതായ ശിക്ഷകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ വിശുദ്ധ ക്രമങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കുക. എന്താ വിശുദ്ധ ക്രമം? പള്ളികളിൽ അവർ ചെയ്യുന്നതായ വിശുദ്ധ പ്രവർത്തികൾ, ആത്മീയമായ പ്രവർത്തികളിൽ നിന്ന്, ആത്മീയമായ കർമ്മങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുക. അതാണ് ഒന്ന്. അതുപോലെ തന്നെ അതായത് അവരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അവരെ സഭയുടെ ഏറ്റവും താഴെയുള്ള സാധാരണ സഭാ മെമ്പറിൻ്റെ കീഴിലേക്ക് മാറ്റി നിർത്തണം. പിന്നെ സഭാ മെമ്പേഴ്സുണ്ട്, അവർക്ക് ഈ പള്ളികളിലൊക്കെ പലതരത്തിലായ സ്ഥാനമാനങ്ങളുണ്ട്. ട്രഷറർ എന്ന് പറയും, സെക്രട്ടറി എന്ന് പറയും, പ്രസിഡൻ്റ് എന്ന് പറയും. ഇങ്ങനെ പല സ്ഥാനത്തൊക്കെ അവർ ഇരുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ആത്മീയ എന്താണ് ലേമൻ എന്നാണ് ഇംഗ്ലീഷ് പറയുക. അവർക്ക് ആത്മായർ എന്ന് പറയും. അവർക്ക് ഇങ്ങനെ പല സ്ഥാനങ്ങളൊക്കെ പള്ളിയിലുണ്ട്. പള്ളിയിൽ പല ആൾക്കാരും പള്ളി മൂപ്പന്മാരൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അവരുടെ പദവിയിൽ നിന്നും അവരെ തരം താഴ്ത്തി കളയും. പിന്നെ പരസ്യമായ പ്രായശ്ചിത്തം അവരെ കൊണ്ട് ചെയ്യിക്കും. അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യമായി സഭയ്ക്ക് മുമ്പാകെ തെറ്റുകൾ ഏറ്റ് പറഞ്ഞ് അവർ പ്രായശ്ചിത്തം ചെയ്ത് ക്ഷമാപണം ചെയ്ത് വേണം പിന്നെ സഭയിൽ മുന്നോട്ട് പോകാൻ. ഇതിനൊന്നും കൂട്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവയെ സഭയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കും, സഭയിൽ നിന്നും പുറത്താക്കും. ഇങ്ങനെ യാതൊരു വിധത്തിലും സഭയ്ക്ക് അനുകൂലമായി നിൽക്കാത്തവരെ അല്ലെങ്കിൽ സഭയുടെ നിയമത്തിനനുസരിച്ച് നിൽക്കാത്തവരെ പുറത്താക്കാറുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാ തരത്തിലുള്ള ശിക്ഷകളും കൊടുക്കാനായിട്ട് സഭയ്ക്കകത്ത് തന്നെ കോടതികളുണ്ട്. ഇതെല്ലാ സഭകളിലും ഇത് കോടതിയുണ്ട്. അതിന് പ്രത്യേകിച്ച് പലതരത്തിലായ പേരുകളുണ്ട്. എന്തായാലും പൊതുവെ പറഞ്ഞു വരുന്നത് എക്ലിഷ്യാസ്റ്റിക്കൽ സെൻഷേഴ്സ്, അതായത് വൈദിക കോടതി വിധി എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊന്നും സാധാരണ ജനങ്ങൾക്കൊന്നും അറിയില്ല. കാരണം ഇത് സാധാരണ സഭയിലെ ജനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് അതൊക്കെ അവിടുത്തെ അച്ഛൻ തന്നെ അതൊക്കെ സമാധാനപ്പെടുത്തി അങ്ങ് ഒഴിവാക്കാറാണുള്ളത്. പക്ഷേ ഈ സഭയിലെ ജനങ്ങൾ മാത്രമല്ല, സഭാ പുരോഹിതന്മാർ, വൈദികന്മാർ തെറ്റ് ചെയ്യുന്നു. വൈദികന്മാരുടെ മുകളിൽ ബിഷപ്പുമാർ തെറ്റ് ചെയ്യുന്നു, മെത്രാന്മാർ തെറ്റ് ചെയ്യുന്നു.
അങ്ങനെ തെറ്റുകൾ ചെയ്യുന്നവർ ഈ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ മുകളിൽ താഴെയുള്ളവർ വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഈ പറയുന്നതായ വൈദിക കോടതി വിധിയോട് ഒരു വിശ്വാസവുമില്ല. അവരാരും ഈ കോടതിയെ സമീപിക്കാറുമില്ല. അവർക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ഈ സഭയെക്കുറിച്ച് വല്ല പരാതിയോ, സഭയിലെ അച്ഛനെക്കുറിച്ച് വല്ല, അതായത് പുരോഹിതനെക്കുറിച്ച് വല്ല പരാതിയോ, ബിഷപ്പിനെക്കുറിച്ച് വല്ല പരാതിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരെ കോടതിയിലേക്കാണ് പോകുന്നത്. നീതിന്യായ കോടതിയിലേക്ക് പോകുന്നു. കോടതിയിലാണ് പിന്നെ കേസുകളൊക്കെ നടക്കുന്നത്. അതാണ് ഇന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. അത് ബിഷപ്പന്മാരായാലും ശരി, അത് താഴെയുള്ളതായ വൈദികന്മാരായാലും ശരി, സഭാ ജനങ്ങളായാലും ശരി, ആരായാലും ശരി, അവർ നേരെ പോകുന്നത് കോടതിയിലേക്കാണ്. കാരണം ഈ പറഞ്ഞ സഭാ കോടതിയെ ആർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഈ സഭയെക്കുറിച്ച് ആർക്കും അറിയില്ല. ആ സഭയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു പ്രവർത്തനമല്ല എന്നാണ് അതിനുള്ള കാരണം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ എന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.